ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗും ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് കപ്സ്, സ്റ്റാർ എനർജി, ടെൻ ഓഫ് പെൻഡക്കിൾസ്, ക്യൂൻ ഓഫ് സോൾസ്, ഫൈവ് ഓഫ് കപ്സ്, the Hierophant, the Emperor, Death and Rebirth, Nine of Wands, King of Cups, Page of Pentacles, Ace of Pentacles, Strength, Fool Energy, Three of Pentacles, The Lovers, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു സാഹചര്യമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ ഓർമ്മകളിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഓർമ്മകളിലും ഒരിക്കലും പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് സാധിക്കാതെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലേക്ക് ചിന്തകൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ടു ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പൊ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിലാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ മറക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായും അവരുടെ ലൈഫിൽ നിന്നും തുടച്ചു നീക്കുവാനോ ഇപ്പോഴും സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, നിങ്ങളുടെ ബന്ധത്തിലുള്ള ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഇവരെ മാനസികപരമായിട്ട് ഇപ്പോൾ ഒരുപാട് തളർത്തുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് കറന്റ് തോട്ട്സ് ആയതുകൊണ്ട് തന്നെ നിലവിൽ ആ ഒരു വ്യക്തി ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സ്വയം വേദനകളിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരും, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സ്വയം വേദനിക്കുക എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ വളരെയധികം കുറ്റബോധത്തോടു കൂടി ഒരു നിരാശ അവരിൽ ഇപ്പോൾ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറ്റബോധവും നഷ്ടബോധവും ഒക്കെ സ്വയം ഓർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നും ചിലപ്പോൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു തകർച്ചയ്ക്ക് അവരൊരു കാരണമായി തീരുക. രണ്ട് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അതിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് വേദനയും കുറ്റബോധവും തോന്നുന്നുണ്ട്.
ചെയ്തത് അല്ലെങ്കിൽ പ്രവർത്തിച്ച രീതി തെറ്റായി പോയി, ഡിസിഷൻ തെറ്റായി പോയി എന്നൊരു ചിന്തയാണ് അവരിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ഇവിടെ ആലോചിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുക. നിങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഭയങ്കരമായ തീവ്രമായ ഒരു സ്നേഹം, പ്രണയം, അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് കൂടുതലായിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പൊ എത്രത്തോളം സെപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും നിങ്ങൾ. നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വീണ്ടും ഒരു ഒന്നുചേരൽ ആഗ്രഹിക്കുന്ന പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിലും അതേ ആഗ്രഹം ഇവിടെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് നൂലാമാലകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു തെറ്റിദ്ധാരണകളൊന്നും പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആയിരിക്കാം ഈ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അവർക്കായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഫേർട്ട് എടുക്കണം എന്നുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും മുന്നോട്ടേക്ക് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ മറ്റുള്ളവരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടന്നിരിക്കുന്നതായിട്ട് കാണാം. അവരുടെ ചിന്താഗതികൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ രീതികൾക്ക് അവരുടെ ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ മാറ്റങ്ങളിലൂടെ അവർ കടന്നുപോയി വന്ന് നിൽക്കുന്ന സാഹചര്യമാണെന്ന് പറയാം. ഇവിടെ ഒരു മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥയല്ല, കംപ്ലീറ്റ്ലി അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിലാണ് നിരന്തരമായിട്ട് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അവർ എത്രത്തോളം പുറമേ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത്രയും മിസ്സിങ്ങും അത്രയും സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണെന്നൊരു ചിന്തയുമാണ്. അതോടൊപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ രീതിയിലും ഒന്ന് സറണ്ടർ ആവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ഒരുപക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഒരുമിച്ച് ജീവിച്ച വ്യക്തികളായിരിക്കും. അങ്ങനെ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ ഈ ഒരു തടസ്സങ്ങൾ വന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഒരുമിച്ചൊക്കെ നിന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ലിവിങ് റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, ഇനി അല്ല നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിന്നവരാണെങ്കിൽ പോലും ആ ഒരു കഴിഞ്ഞു പോയ നാളുകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോ ഈ ഒരു വ്യക്തിയിൽ അപ്പോഴും നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ വരികയാണ്. അപ്പൊ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതുപോലെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും ആ ഒരു ഘടന വീണ്ടെടുക്കാനും പഴയ രീതിയിലേക്ക് തന്നെ ആ ഒരു സ്ട്രക്ചറിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ എത്തിക്കാനും മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ വളരെ ആധികാരികമായിട്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ച് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പൊ ഇവർ ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പ്രതീക്ഷകൾ ഇവരിൽ അസ്തമിക്കുന്നില്ല. മുന്നോട്ടേക്ക് ഇനിയും ഈ റിലേഷൻഷിപ്പിന് പോകാൻ യാത്രകൾ ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് നിങ്ങളുടെ വ്യക്തിയിലും വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കും അതേ ചിന്തകൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും, നിങ്ങൾക്കിടയിൽ ഒരു റീകൺസിലേഷൻ നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇപ്പോഴും ഇവരെ കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ അതേ അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സണും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സത്യസന്ധമായ രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാനും
അതുപോലെ ഇനിയിപ്പോ സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങളായിട്ടുണ്ടെങ്കിൽ, അതിപ്പോ ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റുകൾ മാത്രമല്ല, ഇനി മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വരുന്നതെല്ലാം വരട്ടെ, എത്ര റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള മനസ്സോടു കൂടി തന്നെ അവർ ആ ഒരു കാര്യം ഏറ്റെടുക്കാൻ ഇവിടെ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വേണം എന്നൊരു ചിന്തയും, അതോടൊപ്പം നിങ്ങളെ കാണുമ്പോൾ, ഇപ്പൊ നിങ്ങളെ നേരിട്ട് കാണുന്നവരായിക്കൊള്ളട്ടെ, ഇനി അല്ല social media യിലൂടെയൊക്കെ നിങ്ങളെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളെ കാണുമ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയുമ്പോഴും അവർക്ക് ഭയങ്കരമായ ഒരു attraction ഉം, അതോടൊപ്പം നിങ്ങളിലേക്ക് അവരിങ്ങനെ ഓരോ നിമിഷവും ഇപ്പൊ attract ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിങ്ങളുടെ energy വളരെ high ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. energy high ആവുക എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, വളരെ positive ആയിട്ട് നിങ്ങളിൽ ഒരു വിശ്വാസം, എന്തൊക്കെ സംഭവിച്ചാലും ഇവര് വരും എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങളുടെ energy എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്ന person ആണോ നിങ്ങള്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് connect ചെയ്യാൻ സാധിക്കും. കാരണം ഇവര് തന്നെ ഈ ഒരു ബന്ധത്തില് ഒരു rebirth പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കുക. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിലേക്ക് മറ്റേതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇടപെട്ട് അതുമൂലം നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇനി ആ ഒരു തേർഡ് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ പരസ്പരം നിങ്ങൾക്കിടയിൽ ഒരു ധാരണ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അതെല്ലാം നടത്തുക. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ തടസ്സങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു സന്തോഷം നിറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന രീതിയിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം. ആ ഒരു ഫ്ലവറിങ്, ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്രയും വളരെ സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധമായിരിക്കാം. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ തകർച്ചകളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അത്രയും ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യാൻ ഇപ്പോഴും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണലിൽ അത് ആ ഒരു തോന്നലൊക്കെ വരാൻ ചിലപ്പോൾ ഈ ഒരു സമയം വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ പൂർണ്ണമായിട്ടും നിലച്ചു പോകേണ്ട ഒരു ബന്ധമല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുറച്ച് വൈകിയായിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും ഈ ഒരു ചിന്തകളൊക്കെ വരുന്നത്. അപ്പൊ ഇവരിൽ ഉള്ള ആ ഒരു രീതികൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പൊ ആ ഒരു ഫ്ലവറിങ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഇവരിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന എനർജിയാണ്. ഇവര് നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് മാത്രമായിരിക്കില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നാലായിക്കൊള്ളട്ടെ, സ്നേഹത്തിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന ഒരു ബന്ധമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ബോണ്ടിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ബോണ്ടിങ്ങിനെയൊക്കെ ഒന്ന് റീകണക്ട് ചെയ്യുക എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ഒരു രീതി പറയുകയാണെങ്കിൽ, ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ അത് നേടാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് അവർക്ക് നേടിയേ മതിയാകൂ എന്നൊരു ചിന്ത, അതിനുവേണ്ടി എത്ര എഫേർട്ട് എടുക്കാനും ഇവർ തയ്യാറാണ്. അപ്പൊ ഇതുവരെ അവർക്കത് തോന്നിയിട്ട് കാണില്ല, പക്ഷെ ഇപ്പൊ അവർക്കത് തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് അവരിൽ ആ ഒരു തിരിച്ചറിവാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള അകൽച്ചയാണെന്നുണ്ടെങ്കിലും അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നതും അതിലൊരു കുറ്റബോധമൊക്കെ തോന്നി അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അത്രത്തോളം എഫേർട്ട് എടുത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ നിലനിർത്താനായിട്ട് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു വിങ്ങലും ആഗ്രഹവും നിങ്ങളുടെ എനർജിയും അത് അവരെ നിങ്ങളിലേക്ക് വീണ്ടും അടുപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, ഇത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വരുന്ന ഫീലിങ്സ്, അവരുടെ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. സ്ട്രക്ചർ, illusion, confusion, kisses, love, triggers, conflict, guarded, strength, karma, reflecting, shadow work, distance, timed out, unexpected storm,
മാസ്, intuition, comfort zone, family foundation, nostalgia memories, fate ആണ്, wheel of fortune ആണ് bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നതിന് നൊസ്റ്റാൾജിയ ആണ്. പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇവിടെ ഒരു കർമ്മ വന്നിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് സ്റ്റോം വന്നിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അവർക്ക് ഏതൊക്കെയോ രീതിയിൽ ഒരു കർമ്മ എഫക്റ്റ് ആയിട്ടുണ്ട്. അവർ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു തിരിച്ചറിവുകളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പൊ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ കാരണം. അല്ലാതെ പെട്ടെന്ന് ഇരുന്നിട്ടുള്ള ഒരു തിരിച്ചറിവല്ല. ഇപ്പൊ നിങ്ങളുടെ എനർജി ആണെങ്കിലും ഇവരിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ പോലെ വന്നിരിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അവരിലേക്ക് ആ ഒരു എനർജി അട്രാക്ട് ചെയ്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ സാഹചര്യം അവർക്ക് പ്രതികൂലമായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വന്നിരിക്കുന്നു. ആ ഒരു ഓർമ്മകൾ അവരിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ എനർജി വളരെ പെട്ടെന്ന് അവരിലേക്ക് അട്രാക്ട് ആയി തുടങ്ങിയിരിക്കുന്നു. ആ ഒരു അട്രാക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിൽ നിന്നുമാണ് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ പറഞ്ഞായിരുന്നു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബോണ്ടിങ് ഉള്ള വ്യക്തികളായിരുന്നു. പരസ്പരം ഒരു നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിന്ന പേഴ്സൺ ആയിരുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രിഗേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഹാഷ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുപാട് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും നല്ല മൂർച്ചയേറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്കിടയിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ എടുത്ത് കളയുക. അതിനുശേഷം വീണ്ടും ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. കാരണം ബന്ധം മുന്നോട്ടേക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഒരാളെങ്കിലും എഫേർട്ട് എടുക്കണം. ചിലപ്പോൾ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ബന്ധത്തിൽ ഇവരായിരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഇവരും കൂടെ എഫേർട്ട് എടുക്കാൻ തയ്യാറാവുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇവരിൽ ആ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവർ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഒക്കെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരിൽ ചെറിയ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ട്രിഗേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ ഇവർ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടൊക്കെ നന്നായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെയും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ അവരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏത് രീതിയിൽ നിങ്ങളോട് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ മറന്നു കാണുമോ എന്നുള്ള രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലായിട്ട് അഡിക്ഷൻസ് ആണ്. അവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ വരുന്നുണ്ട്. ഇവിടെ kisses and love എന്ന് പറയുമ്പോൾ തന്നെ അൺകണ്ടീഷണൽ ലവിങ് ആണ്. ഭയങ്കരമായ ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രണയത്തെ അവർക്ക് ആ ഒരു റൊമാൻസിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എത്രയും വേഗം നിങ്ങളെ വേണം എന്നല്ലെങ്കിൽ നേടണം എന്നൊരു ചിന്തയാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളും ഒരു സപ്പോർട്ടീവ് ആയിട്ട് കടന്നു വരണം. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആ ഒരു ബന്ധത്തിന്റെ സ്ട്രെങ്ത് ഒക്കെ വീണ്ടെടുക്കണം. ഇപ്പൊ ഇവരുടെ ഹേർട്ട് ചക്രയെല്ലാം ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പല സത്യങ്ങളും നിങ്ങളിലേക്ക് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സത്യങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ഹാപ്പിനെസ് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് ആണ് നിങ്ങളുടെ വ്യക്തിയിൽ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായൊരു തകർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി അല്ല, അവരുടെ ഒരു തിരിച്ചറിവിന്റെ കർമ്മയാണ് ഇവിടെ കാണുന്നത്.
അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് അവർക്ക് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷണം, അങ്ങനെ തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പെയിൻ ഒരു റിഫ്ലക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഷാഡോ, ഒരു നിഴല് പോലെ ഇവരെ പിന്തുടർന്ന് ഇപ്പൊ അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. ഒറ്റപ്പെടുക എന്ന് പറയുമ്പോഴേക്കും തിരിച്ചറിവുകൾ വരുമ്പോ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അല്ലെങ്കിൽ ആരെയും അടുപ്പിക്കാൻ ആഗ്രഹിക്കാതെ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാക്കൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലെ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു അകൽച്ച അത് ഇനി മുന്നോട്ടേക്ക് വേണ്ട. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊന്ന് അടുക്കണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരണം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, മെന്റലി ആണെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് കൺഫ്യൂഷൻ സ്റ്റേജ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാലും ഫിയർ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരോട് പറയുന്നത് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ കംഫർട്ട് സോൺ ആയിട്ട് കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളിപ്പോ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ എൻഗേജ്മെന്റ്, ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു രീതി, ഒരു സെലിബ്രേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് നടത്തുക. അതുപോലെ അവരുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുന്നത്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ ഇനിയെങ്കിലും അതിന് അങ്ങനെ മുന്നോട്ടേക്ക് ഈ ഒരു അകൽച്ചയെ നിലനിർത്തി കൊണ്ടുപോകാതെ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ ഈ ഒരു ബന്ധത്തെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച് കൊണ്ടുപോകണം. വളരെ സക്സസ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈമാണ് ഇവർക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വിശ്വസിക്കാനായിട്ട് ഇവരിപ്പോ താല്പര്യപ്പെടുകയാണ്. അവർക്ക് ആ ഒരു സ്പാർക്കാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂ ലൈഫാണ്, റിന്യൂവൽ ആണ്, ഒരു റീകൺസിലേഷൻ നടത്തി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് തന്നെ ബന്ധത്തിൽ കൊണ്ടുവരിക. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ഇവർക്ക് ഒരു പൂർണ്ണമായ ഒരു ഹീലിംഗ്, ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിലും, അതായത് ഈ ഒരു അകൽച്ചയും അതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ കുറെ അധികം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സക്സസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷവും സമൃദ്ധിയുമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളും അതുപോലെ ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാലിക്കറ്റ് 30 M എന്നൊരു ലെറ്റർ, 22 രോഹിണി, മാർച്ച് മന്ത്, സെപ്റ്റംബർ, P എന്നൊരു ലെറ്റർ, എറണാകുളം, K എന്നൊരു ലെറ്റർ, G എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ, T എന്നൊരു നമ്പർ, ലെറ്റർ, O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, T എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, R എന്നൊരു ലെറ്റർ, 36 R അഗെയിൻ വന്നിട്ടുണ്ട്, ജാനുവരി, 35 ഇടുക്കി, 10 എന്നൊരു നമ്പർ, സ്കോർപിയസ്, ഡിസംബർ മന്ത്, ഫെബ്രുവരി, H എന്നൊരു ലെറ്റർ, 40 K എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, 42 ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.